മലയാള സിനിമ നീനാൾ വഴറ്റി. അമ്മ, മേക്ട, ചേംബർ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, പല പല ഫാൻസ് അസോസിയേഷൻ, ഇങ്ങനെ മലയാള സിനിമയെ പരിപോഷിപ്പിക്കുന്ന എല്ലാ സംഘടനകൾക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ചന്ദ്ര, ഇവനിതെവിടെ പോയി? ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന ചന്ദ്രൻ കാരോത്തുപടി ചെറ്റേ. ഒരു നല്ല കാര്യം നടക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിലെങ്കിലും നിനക്ക് സഭ്യതയോട് സംസാരിച്ചൂടെ കുട്ടാ? ഓടത്തെണ്ടി, നീ സഭ്യതയുടെ അതിർവരമ്പുകൾ വീണ്ടും ലംഘിക്കുന്നു കുട്ടാ. ഈ നഗരത്തിന്റെ പെരുമാറിൽ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ കുരുതി ജലം പാനം ചെയ്യുകയായിരുന്നു. അറിയോ നിനക്ക്? മലയാള സിനിമയ്ക്ക് കൂട്ടക്കരച്ചിൽ നടത്താൻ വേണ്ടി രാവിലെ നിന്നെ വിളിച്ചപ്പോ ഇതൊന്നായിരുന്നില്ല നിന്റെ ഭാഷ. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് സംസാരിച്ചത്. രാവിലെ ഇംഗ്ലീഷ്, ഉച്ചക്ക് ഹിന്ദി, വൈകിട്ട് ബ്ലഡി മലയാളം. അതാണ് എന്റെ ശീലം. എന്റെ ശീലം നിനക്കറിയാലോ. എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഡ്രൈ ചിക്കനും ബ്രാൻഡിയും? ഈശ്വര, കാലത്ത് ഞാൻ പോകുമ്പോ ജോസഫേട്ടിന് കൊടുക്കാനുള്ള ഡെയിലി അടപ്പ് 300 രൂപ മുറിയിൽ അൽമാരിൽ വെച്ചിട്ടാ പോയത്. നീ ഇത് അടിച്ചു മാറ്റോടാ. കൂടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ 25, 50 കൊങ്ങ കുടിച്ചുണ്ടാക്കുന്ന നിന്റെ തൂച്ച സമ്പാദം അടിച്ച് മാറ്റിയിട്ട് വേണ്ടാ ചന്ദ്ര കാരോത്തുപടിക്ക് ബ്രാൻഡി അടിക്കാൻ. പട്ടി, തണ്ടി, നാറി, ചെറ്റേ. നല്ല സഭ്യമായ ഭാഷയിലേക്ക് സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന നിനക്ക് കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. മലയാള സിനിമ ഉള്ളോടത്തോളം കാലം വരെ ഈ കാരോത്തുപടി ചന്ദ്രൻ അന്തസ്സായിട്ട് ജീവിക്കും. ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, കൂവാൻ പോയിട്ടാണെങ്കിൽ അങ്ങനെ. എങ്ങനെ? ഇതേ 4 നേരം നല്ല അന്തസ്സായിട്ട് കൂവേണ്ടൊക്കെ കാശാ. എവിടെ കൂവിട്ട്? സിനിമ തിയേറ്ററിൽ ഇന്ന് എത്ര പടങ്ങൾ റിലീസായി? 3. ആ 3 ഒരു ക്ലാസ്, ഒരു ആക്ഷൻ, ഒരു കോമഡി. അതിലെ ആക്ഷൻ പടത്തിന്റെ ആൾക്കാർ എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞ് ഒരു 10-15 ആൾക്കാരെയും കൂട്ടി കോമഡി പടം കളിക്കുന്ന തിയേറ്ററിൽ പോയിരുന്നു കൂവാൻ. അന്തസ്സായിട്ട് പോയിട്ട് 4 ഷോക്കും നല്ല നല്ല സീൻ വരുമ്പോ കൂവി കൊടുക്കും. ഞങ്ങളുടെ കൂവലിയായിട്ട് കാണികൾക്ക് ഭ്രാന്ത് പിടിച്ച് അതോടെ ഫസ്റ്റ് ഡേ പടം ഇതാ. ബാക്കി കാശി ഓരോരുത്തർക്ക് 250 രൂപയും ഒരു ഫുൾ ചിക്കൻ ബിരിയാണിയും. എടാ നാറി, ആ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നീ പോയി ഞണ്ടിട്ടില്ലടാ. അതിനെന്താ, നാളെ ഞാൻ അതിന് പ്രായച്ചിത്തം ചെയ്താ പോരെ? കോമഡി പടത്തിന്റെ ആൾക്കാരായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. തലക്ക് 300 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ന്യൂൺ ഷോ മുതൽ ആക്ഷൻ പടം കളിക്കുന്ന തിയേറ്ററിൽ പോയി വൃത്തിയായിട്ട് പ്രായച്ചിത്തത്തിന് പ്രായച്ചിത്തം, കാശിന് കാശി. ഹൗ ആർ യു മൈ ബ്രെയിൻ? ബെസ്റ്റ് തല, മാംഗ്ലൂർ മെയിലിന് വെക്കാൻ പറ്റിയ തല ആണല്ലോ. അങ്ങനെയാണ് കുട്ട. ഇനി നമുക്ക് കുറച്ചു കാലം ഈ വഴിക്കാർ പിടിച്ചു നോക്കിയാലോ? കണ്ട പ്രൊഡക്ഷൻ മാനേജർമാരെ തെറിയേക്കണ്ട, വെയിലും കൊള്ളണ്ട, AC തിയേറ്ററിലിരുന്ന് നല്ല നല്ല സീൻ വരുമ്പോ അങ്ങോട്ട് കൂവി കൊടുത്താൽ മതി. പിന്നെ തൊണ്ടക്കൽപ്പ കിച്ചൊക്കെ ഉണ്ടാവും. അത് പിന്നെ ഏത് പണിയായാലും അതിന്റേതായി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ? ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചാ സിനിമ ഫീൽഡാണെന്ന് പറയും ചെയ്യാം. എന്താ നിന്റെ അഭിപ്രായം? എന്തായാലും ഇത്രത്തോളം നീ പ്ലാൻ ചെയ്ത് നിലയ്ക്ക് ഇനി ഞാൻ നിന്നോട് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. അതുകൊണ്ട് ഇനി ഒരു മുറിയിൽ ഒരുമിച്ചുള്ള പൊറുതി നമുക്ക് ഇന്നത്തോടെ കൂടെ അവസാനിപ്പിക്കാം. നീ ഇവിടുന്ന് പോയാൽ ഞാൻ പട്ടിണി ചത്തു. ഞാനല്ല പോകുന്ന, നീ പോവും. ഞാൻ പോയാലും ഞാൻ പട്ടിണി ചത്തു പോവും. നിന്റെ ഷർട്ട് കീറും, നിന്റെ ഷർട്ട് കീറും. അങ്ങനെ ചന്ദ്രേട്ടന്റെ കുട്ടൻ നല്ല കുട്ടനാകും. ഒന്നുമില്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് കളരിയിൽ കുട്ടന്റെ ഗുരുവല്ലേ ചന്ദ്രേട്ടൻ? കുട്ടന്റെ മനസ്സൊന്നുണ്ടെങ്കിൽ ഈ ചന്ദ്രഗുരു ഇനി മലയാള സിനിമയെ നുള്ളി നോക്കില്ല. JC ഡാനിയലാണ് സത്യം. നമുക്ക് നമ്മുടെ പഴയ ജൂനിയർ ആർട്ടിസ്റ്റ് പണി തുടരാം. നാളെ എവിടെ ലൊക്കേഷൻ? എന്താ സീൻ? സർക്കാർ ആശുപത്രി, മദ്യ ദുരന്തം. മാസ്റ്റർ ഡെലിവറി എല്ലാം പോയേ, എല്ലാം പോയേ, എല്ലാം പോയേ. ഡാഡിയുടെ പൊന്നു മോനെ, കോളേജിൽ പറഞ്ഞത് മദ്യം മദ്യപിക്കാനായി. എന്താ കാണിക്കുന്നത്? ഒന്ന് പറഞ്ഞു. ശരി സാർ. എടോ ശവമേ, ഈ ശവല്ല തന്റെ മോൻ, ആ ശവമാണ് തന്റെ മോൻ. അച്ഛന്റെ പ്രായം ഈ ശവത്തെ കയറണോ താൻ മോനെന്ന് വിളിച്ച് കയറണത്? ഉള്ളതിലും നല്ല ശവത്തിനൊക്കെ സെലക്ട് ചെയ്തെടുത്താ. സെലക്ട് ചെയ്ത് നീ ആരടാ? അവര് പറഞ്ഞിട്ട് കേട്ടപ്പോരെ. സാറേ, ഇവന് ഉച്ചക്കുള്ള ചോറ് കൊടുക്കണ്ട. സിനിമന്റെ ചോറ ആദ്യം കേൾക്കണോ? താൻ വെള്ളടിച്ച് തട്ടിപ്പോയ ശവാണ്. ലോ ഷാജി, അയാളുടെ വായിലോർച്ച് കൂടുതൽ പതടിച്ചു കൊടുത്തേ. എന്താടോ പതദുരന്തോ? പഴയ പോർഷൻ, പഴയ പോർഷൻ, പഴയ പോർഷൻ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എബ്രഹാം ഇങ്ങനെ സാറിന് വിശ്വസിക്കാം? നശിപ്പിച്ചു. ഫ്രെയിമിൽ കറിയുന്നതാണോ തന്റെ ഫോൺ വിളി? 4-5 ഫോൺ കൊണ്ട് നടന്നിട്ടെന്താ? ഒരു ഗുണമായിട്ടില്ല താൻ. നിന്റെ കൺട്രോളിംഗ് ഒക്കെ ക്യാമറയുടെ പുറകിൽ മതി. മറിയിക്ക്. സോറി സാർ, ഒരേ സമയം 4 പടങ്ങൾ ഒരുമിച്ചാണ് സാർ ഞാൻ കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ ടെൻഷൻ എന്റെ കൺട്രോൾ പോയതാ. ഒരു നിമിഷം ഞാൻ ജോഷി സാറിന്റെ ലൊക്കേഷനിലായി പോയി. ഡോണ്ട് റിപ്പീറ്റ്. വരൂ. ലീഡർ മാറി വേറെ പാർട്ടി ഉണ്ടാക്കാൻ പോയ മോനെ. ഹലോ, അതെ ആനന്ദക്കുട്ടനാ. നാളെ സെക്രട്ടറിന്റെ പഠിക്കല് 50 പേരെ നിരാഹാരം കിടക്കാൻ വേണമെന്നാ. അതെ സാറേ,
ഞാനിപ്പോ മരിച്ചു കിടക്ക. ഞെട്ടല്ലേ ഷോട്ടില്ല. ഞാൻ ഈ മരണത്തിൽ നിന്ന് ജനിച്ചതിന് ശേഷം വിളിക്കാം. ആരാ വിളിച്ചത്? രാജകുന്നുങ്ങളും. അപ്പൊ തല്ലിപ്പൊളി ഫുഡായിരിക്കോ? അവിടെ നിർത്ത്. ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും പേടിയുണ്ട് ഉസ്മാനെ? വണ്ടി ഓഫ് ആക്കണ്ട, സ്റ്റാർട്ട് ചെയ്തിട്ടോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കാ പേടി? അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടി ഉണ്ടെങ്കിൽ എന്റെ ചുറ്റിനും അങ്ങനെ നിന്നോ. ഉസ്മാനെ വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിക്കോട്ടെ. ചന്ദ്ര, അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ഇന്ന് ഫ്ലാഷ് ബാക്ക് എവിടെ മുതലാ? മുറ്റത്ത് പിച്ച വെച്ച് കിടക്കുന്ന കുട്ടിക്കാലം മുതലോ, അതോ ആശുപത്രിയിൽ അച്ഛന്റെ ഡെഡ് ബോഡി വാങ്ങാൻ കാശില്ലാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന 14 വയസ്സ് മുതലോ? എവിടെ തുടങ്ങിയാലും ക്ലൈമാക്സിന് മാറ്റം ഉണ്ടാവും. അതെന്താടാ? അയാള് പിടിച്ചാട്ടും. നിന്നല്ല അവന്. ഇതുപോലെ ശബ്ദ ഗാംഭീര്യത്തിൽ പറയണം. നിന്റെ ശബ്ദത്തിന് പവറില്ല. ഇറങ്ങി വേടാ. തുടക്കം കാലക്ക് മോനെ. ഓ, ഇവിടെ ഇരിപ്പണ്ട. കുടിക്കണ നല്ലോണം കുടിക്ക്. നാട്ടുകാരെ കൂട്ടുകാരൊക്കെ വിളിച്ച് ഒരുമിച്ചാണ് കുടിക്ക്. എന്റെ അച്ഛൻ കളപ്പുരക്കൽ രാഘവമേനോന് പറ്റിച്ച് അടിച്ചു മാറ്റിയ കുറെ കാശുണ്ടല്ലോ നിന്റെ ബാങ്കില്. എന്റെ അച്ഛൻ നട്ടുവളർത്തി ഈ ഒട്ട് മാവ്. ആ മാവൻ വെട്ടിട്ടുണ്ടോ നീ? എവിടെ? എടാ, ഈ ഒട്ട് മാവിന്റെ ചോട്ട് തരുന്നത് വേണമായിരുന്നോടാ നിന്റെ ഒടുക്കത്തെ മോന്തല്. എണിക്കടാ. എന്താ കേശോട്ടത്? ഏതാ ഈ നാറികള്? നീ ഇപ്പൊ പറഞ്ഞ നാറികള് നിന്റെ അച്ഛന്മാർ. പേഴ്സണാലിറ്റി തൊട്ട് കളിക്കരുത്. എടോ, ഇലനക്കി നായയുടെ ചിറുനക്കി മുതലാളിമാരെ നിങ്ങളൂടെ അറിയണം ഞാൻ ഈ പറയണത്. ഇവനാദ്യം കുടിപ്പിച്ചെടുത്തും പിന്നെ കുളിപ്പിച്ചെടുത്തും. അതാണ് ഇവന്റെ സ്റ്റൈല്. അങ്ങനെ പണ്ടെന്റെ അച്ഛനെ കുടിപ്പിച്ചും കിടത്തി പിന്നെ കുളിപ്പിച്ചും കിടത്തി. കുടുംബം വെളുപ്പിച്ചിട്ട് ഒടുക്കം അച്ഛന്റെ ലിവറും പോയി തന്തപ്പടി വഴിയായിപ്പോ തന്തപ്പടിയുടെ കൂടെ സിംഗിടേറ്റ് നടന്ന ഇവന്റെ പേരിലേ ഈ തറവാട്. ഞാൻ പിച്ചു വെച്ച് നടന്ന എന്റെ ഈ തറവാട് അല്ലടാ. ചീറ്റിംഗ്. ആ ചീറ്റിങ്ങിന് പകരം നിന്നെ ഇവിടുത്തെ ചീറ്റിച്ചു വിടാനടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കടാ നിർത്തടാ. ഇപ്പൊ പലതവണയാ നിന്റെ അഭ്യാസം. അങ്ങനെ നിന്റെ തന്തപ്പടിയെ പറ്റിച്ച് ഞാൻ ഈ തറവാടും സ്വത്തും ഒക്കെ അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിലേ നീ ഒരു കേസ് കൊടുക്ക്. കണ്ട, സമ്മതിച്ച് അടിച്ചു മാറ്റി സമ്മതിച്ചവൻ. തോന്നിയാസം പറഞ്ഞോളെ പോലെ എന്റെ ആട്ടി ക്ലൈമാക്സ് നേരത്തെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോവും. പക്ഷേ ഞാൻ ഇനിയും വരും. നിന്റെ കട്ടപ്പൊക കാണുന്നവരെ ഞാൻ ഇനിയും വരും. നിന്റെ ചതിയില് പെട്ട് കണ്ണീര് കൈയുമായിട്ട് ഇവിടെ കലഞ്ഞു തെരിഞ്ഞ് നടക്കണ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ ഇനിയും വരും. എന്റെ അച്ഛന്റെ ആത്മാവാണ് സത്യം. ഗുഡ് നൈറ്റ്. മനീഷക്ക് ഒരാളെ ഞങ്ങൾ എത്തി. മോളെ, ഞാൻ കേട്ടു സൈറൻ. എടാ കുട്ടാ, ഒന്ന് കേറിട്ട് പോടാ. ചായ കുടിക്കാനായിരിക്കും. കടിക്കാൻ വല്ലതും കാണുമോ? പട്ടിയുണ്ട്. എങ്ങനെയുണ്ട് കലാകാരച്ച കിടന്നുള്ള അഭിനയൊക്കെ? ഒരു അവാർഡിന്റെ കുറവുണ്ടല്ലേ? കുഴപ്പമില്ല, നമുക്ക് പേ അവാർഡിലേക്ക് മാറാം. പക്ഷെ ക്യാഷ് അവാർഡ് കുറച്ച് ഇറക്കേണ്ടി വരും. നിന്റെ ഈ ഹ്യൂമർ ടച്ചുള്ള ഡയലോഗ് കേൾക്കാൻ വേണ്ടിട്ടാ ഒന്ന് കേറിട്ട് പോവാൻ പറഞ്ഞേ. അച്ഛനൊന്ന് പിടിച്ചു നടക്കാനുള്ള ആവത് ഉണ്ടായിരുന്നെങ്കിൽ വല്ല ആശുപത്രി സീലിനെങ്കിലും കൊണ്ട് കിടത്തായിരുന്നു. 5-6 തവണ നാടക നടനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ഒരു പഴയ ഹീറോ നമ്മുടെ കൂടെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്കൊരു വെയിറ്റ് അല്ലേ? ആ നടന്റെ ചോരയിലുണ്ടായ മോള് ദിവസക്കൂലിക്ക് അഭിനയിക്കാൻ പോണതിന്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും കൂട്ടാ? അപ്പൊ ശരി അച്ഛാ, പട്ടിപിടുത്തക്കാരുടെ കഥ വരെയാണ് നിന്നെ വിളിക്കാട്ടാ. നിനക്ക് 150 രൂപ 100 രൂപ വെച്ച് കമ്മീഷൻ അടിക്കണ നിന്റെ വാങ്ങിക്കുന്നുണ്ടല്ലോ. സരസ് ഒന്ന് പച്ച പിടിച്ച് കണ്ട്. പച്ച സാരി, പച്ച ബ്ലൗസ്. ഒന്ന് പോ ചന്ദ്രേട്ടാ. നാളെ മുതൽ ജോസേട്ടൻ നിർമ്മിക്കുന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് തുടങ്ങുവാ. ഞങ്ങള് ലൊക്കേഷൻ ഒക്കെ നോക്കാൻ ഇറങ്ങിയതാ. എടാ ജോസേ, നീ നിർമ്മാതാവുമായോ? ഹീറോയിൻ സരസ് തന്നെ ആയിരിക്കും അല്ലേ? അതെ. ഏതായാലും നന്നായി. മെഗാ സീരിയൽ ആകുമ്പോ ഷൂട്ടിംഗ് കുടുംബജീവിതോട് ഒന്നിച്ചുകൊണ്ടല്ല. ഭർത്താവ് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഓക്കെ. ഇല്ലെങ്കിൽ ഒന്ന് പ്രസവിക്കാൻ വരെ മിനിമം 10 കൊല്ലെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അതല്ല ഞാൻ സീരിയൽ അഭിനയിക്കാത്തത്. ഓ, പെണ്ണിന്റെ പറച്ചില് കേട്ടാ കെട്ട് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി മുട്ടി നിക്കുവാന്ന് തോന്നും. കുറച്ചു കാലം കൂലിക്ക് കരയാൻ ഇതേ വണ്ടിയിൽ വന്ന ആളാണ് സരസു. എന്തായാലും നമ്മുടെ ടീമിനൊരു പേര് തന്നെയാ സരസു ഹീറോയിനായത്. അധികം വൈകാതെ ഞാൻ അവർക്ക് ഒരു ഹീറോയിനെ കൊയ്റോളെ സീരിയലിലേക്കല്ല സിനിമയിലേക്ക്. നീ ആദ്യം ഇവിടെ നിന്റെ ഹീറോയിൻ ആക്കാൻ നോക്ക്. കൊല്ലം കുറെ ആയാലും രണ്ടും കൂടി ചക്കീം ചങ്കരനുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് ഈ സീരിയലിന്റെ ഒരു കുഴപ്പം. 1-2 പറഞ്ഞ കല്യാണമായി കരച്ചിലായി. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നല്ലേ.
ഒയ്യോ ഞാൻ മറന്നുപോയി. ഞാൻ പണ്ടത്തെ ഓർമ്മയിൽ കേറാൻ പോയതാ. അപ്പൊ ഞാൻ പോട്ടെ. പോട്ടെ നിമ്മി. ഇവിടെന്താ വേറെ ഷൂട്ടിംഗ്? ഇത് ചിലപ്പോ ജോഷി സാറിന്റെ പടവയ്ക്കുള്ളൂ. ആൻഡ്രോ ജോസഫ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. ഇതെന്താ റോസ്മാനെ വണ്ടി ഇങ്ങോട്ട് തിരിയണത്? ഇത് കോളേജല്ലേ? അതെ, തേവര കോളേജ്. ഇവിടെയാ ലൊക്കേഷൻ. നിന്നോട് ആര് പറഞ്ഞു? പ്രൊഡക്ഷൻ മാനേജർ. എന്നിട്ട് അതെന്താ നീ എന്നോട് പറയുന്നേ? അതിനെന്നോട് ചോദിച്ചാ. സീമാറിന്ന തോന്നണേ. തള്ളമാർക്കും തന്നമാർക്കൊക്കെ ഇന്നത്തെ കൂലിയാട്ടവണ ലക്ഷണമുണ്ട്. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള കോളേജ് കുമാരന്മാരും കുമാരിമാരൊക്കെയാണെന്നാണ് ഇറങ്ങിയ. കോളേജുമാരായിട്ട് ഞാൻ അടിച്ചു വിളിക്കും. ഒരു ചായ നീ എന്താ ഇറങ്ങാത്ത? ഞാനില്ല, ഇത് രാജ പഠിക്കണ കോളേജാ. ഇവിടെ വായി നോക്കി നിൽക്കാനാണോടാ ഈ പേടകത്തിൽ കയറി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കാലത്തെ തന്നെ ഈ എബ്രഹാം ലിങ്കനെ മൂഡ് ഔട്ട് ആക്കാതെ ഫ്രെയിമിൽ കയറി വായി നോക്കടാ. അതല്ല ലിംഗ സാറേ, സാർ ഇന്നലെ പറഞ്ഞത് ആശുപത്രിയിലെ വിഷമത്തെ ദുരിതത്തിന്റെ കണ്ടിന്യൂറ്റി ആണെന്നല്ലേ? എന്നാ ആ കണ്ടിന്യൂറ്റി മാറി കോളേജിൽ വില്ലന്റെ ഇൻട്രഡക്ഷൻ ആക്കി. എന്താ നിന്നെ പോലെ കൂലിക്ക് ഞണ്ണാൻ വരുന്ന ഊച്ചാളികളോട് ഇതൊക്കെ നേരത്തെ ചാർട്ട് ചെയ്ത് ബോധിപ്പിച്ചാലേ നീയൊക്കെ പണിയെടുക്കൂ. പോടെ ഞാഞ്ഞോള് കവള. എന്ത് എടാ, ആളെ ഒരുമാതിരി ആക്കി സംസാരിച്ചാലുണ്ടല്ലോ കെട്ടിക്കും ഞാൻ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എബ്രഹാം ലിംഗം വിചാരിച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ 10,000 വേറെ വരും. ഹായ് നിമ്മി. ഹായ് ദിവ്യ. ഹായ്. കുരുത്തം കെട്ട തള്ളേ, നിങ്ങളോട് ഞാൻ ഹായ് പറഞ്ഞോ? എന്താടോ ഇത്? ഇവിടെയാണ് ഷൂട്ടിംഗ് നടക്കണേ? അവിടെയല്ലേ? വേഗം ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. രമേശ, ഈ കുട്ടി കൊള്ളാം. ഇവിടെ ഹീറോയിന്റെ കൂടെ നിർത്തി. മഞ്ചേരി ആരാണെന്നേ അവനൊന്നും അറിയില്ല മോളെ. പാവപ്പെട്ട കുട്ടികളുടെ മാനത്തിന് വില പറയാൻ ഇനി അവനെങ്ങാനും മസ്ലിം പിരിപ്പിച്ച് വന്നാൽ പെണ്ണിന്റെ അന്തസ് എന്താണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്കും അവന്. ആരാ കൂട്ടത്തിൽ കിളവൻ കോളേജ് നിന്നെ കണ്ട ഏജ് ഫീൽ ചെയ്യുന്നുണ്ട്. അയാളല്ല താൻ തന്നെ. എനിക്ക് പ്രായം കുറവാണ് സാർ. ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കാം സാർ. ഒന്ന് മാറ്റി നിർത്തോ അയാളെ. തന്നോടല്ല മാറിക്കാൻ പറഞ്ഞേ. ഞാൻ ചുള്ളാണ് സാർ, ചെറുപ്പക്കാരൻ സാർ. അത് ഈ വയറ് കണ്ടാ പറയത്തില്ലല്ലോ. വയറ് പൊട്ടിച്ചല്ല. വയറകത്തേക്ക് പിടിച്ചോ ബാക്ക് പുറത്തേക്ക് തള്ളിയില്ലേ? ഈ വയറകത്തേക്ക് പിടിക്കുമ്പോ ബാക്ക് പുറത്തേക്ക് തള്ളുന്ന ഒരു രോഗമാണ്. അതിനുള്ള ചികിത്സ ഞാൻ ബാക്കിൽ തരാം. ബാക്കിൽ എവിടെയെങ്കിലും പോയി പാസിങ്ങിന് നിൽക്കണോ? ഞാൻ എവിടെ വേറെ നിന്നോളാം. പക്ഷേ സിനിമന്റെ ചോറ അത് ഞാൻ ഉണ്ടേ പോകൂ. ചോറ് ശരിക്കിട്ടോ. കുറച്ച് സാമ്പാർ. എടാ ചന്ദ്ര, നീ അല്ലേ ഇപ്പൊ ക്യൂ ഒന്ന് വാങ്ങിപ്പോയത്? ചേട്ടാ, ഒരിക്കൽ കണ്ട സിനിമ പിന്നെയും കാണാൻ പോകുമ്പോ പിന്നെയും ക്യൂവിൽ നിൽക്കണം. അതാണൊരു മര്യാദ. ഒന്നും ആയില്ല ജോസേട്ടാ, ഊറ്റ പിടി കൂടി. ബാറ്റ് ഒന്നും കുറയില്ലേട്ടാ, വിളിക്കാം. ഹൈ, നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾക്ക് ടോക്കൺ ഇല്ല. കോളേജ് രംഗമല്ലേ? അവിടെ കുറെ പാവങ്ങള് പ്രായം കൂടിയതിന്റെ പേരിൽ അന്നം കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു സെക്കൻഡ് ടേക്ക്. പ്രായം കൂടി ഒറ്റ കാരണം കൊണ്ട് എന്നെ കഴുത്തെ പിടിച്ച് പുറത്തുള്ള നീ കണ്ടല്ലേ? ഞാനിന്ന് രണ്ടാമത്തെ അടിച്ചോണ്ടിരിക്കുക. എന്താ സിനിമയിൽ കയ്യൊക്കെയുള്ള കാര്യക്കാരൻ. നാളെ ഷൂട്ടിംഗ് ഏതെങ്കിലും വൃദ്ധസാധനാണെങ്കിലേ നമ്മൾ ഒരേപോലെ കയ്യും കെട്ടി നിൽക്കണം. അതിനെന്താ, അവിടെയും ഇവിടെയും നിനക്കൊക്കെ അല്ലേ? ഇതിലെന്താ ഇത്ര ആലോചിക്കാൻ? എടാ, സ്പോട്ടിൽ തന്നെ അയാളോട് പറയണ്ടേ ഐ ആം റെഡി. അതിന് ഞാൻ നിന്നെ പോലെ വിഡ്ഢി കുഷ്മാണ്ടല്ലോ. എടാ, ഇങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇത്രയും കാലം ഈ അമ്മയമ്മന് ഓർത്തില്ലല്ലോ. ഒരു ചില്ലിക്കാശിന്റെ ഗുണം എനിക്കുണ്ടായിട്ടില്ല. ഇപ്പൊ അമ്മ മരിച്ചപ്പോ ഈ അനിയ സാഹിബിന് പെട്ടെന്ന് ഇങ്ങനെ ചേട്ടനോട് സ്നേഹം തോന്നാൻ എന്താ കാരണം? അത് കറിഞ്ഞിട്ട് മതി സ്വീകരിക്കണോ വേണ്ടേന്ന്. അപ്പൊ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി കുഷ്മാണ്ടം. എടാ, നീ ഇപ്പൊ പറഞ്ഞില്ലേ ചില്ലിക്കാശിന്റെ ഗുണം ഉണ്ടായിട്ടില്ലെന്ന്? ആ ഡയലോഗ് അവൻ അവിടെ കിട്ടി, നിന്റെ അനിയ സാഹിബിന്. ഈ രക്തബന്ധങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു ടെലിഗ്രാം പ്രോഗ്രാം പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിന് പേരെന്താ? ഈ എലിപ്പനി എന്നൊക്കെ പറയുന്ന പോലെ. എന്താ അലോപ്പതിങ്കിലും ആവട്ടെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അവൻ തീരുമാനിച്ചു ഇത്രയും കാലം തെണ്ടിത്തിരിഞ്ഞ് നടന്ന ഈ ഇന്ത്യൻ ചേട്ടനെ ജർമ്മൻ ഡോളർ കൊടുത്ത് പണക്കാരനാക്കാവുന്ന. അതല്ലെങ്കിൽ ഇതേ ജർമ്മനിൽ നിന്ന് ഫ്ലൈറ്റ് കയറി എത്ര പേര് നമ്മുടെ മഹാരാജ്യത്തേക്ക് വരുന്നു. അവരൊക്കെ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഇവിടുത്തെ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്തിട്ടാ വരിക. ഏത് പച്ചക്കറി ഫ്ലൈറ്റ് കയറിയിരുന്നാലും അവരിവിടെ കൊണ്ട് തട്ടും. അവനെ പറ്റി അയാളെന്തോ പറഞ്ഞല്ലോ, ഒരു വാച്ചിന്റെ പേര് വെച്ചിട്ട് ജർമ്മൻ സിറ്റിസൺ. അതാണ് മോനെ നിന്റെ അനിയൻ. ഈ ജർമ്മൻ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞ ഈ കൊച്ചി മേയർ എന്നൊക്കെ പറയും പോലെ ഭയങ്കര സംഭവം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, നിമിത്തവും എലിപ്പനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ നന്നാവണ ലക്ഷണമുള്ള കാണുന്നത്. ആ സ്ഥിതിക്ക് അവനെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. അങ്ങനെ വെറുതെ സ്വീകരിച്ച പോരാ, അവന് വേണ്ടി നമുക്ക് കൊച്ചു ജർമ്മനി തന്നെ ഒരുക്കണം. ഏത് തറവാട്ടിൽ നിന്നാണാവോ ഫണ്ട്? എടാ, വരുന്നത് കാശ, അപ്പൊ കുറച്ച് പലിശ കിട്ടാനും കുഴപ്പമില്ല. എടാ, അവൻ ഇവിടെ ലാൻഡ് ചെയ്താ പിന്നെ നീ ആരാ? നീ മറ്റൊരാളാ. പിന്നെ ഞാനാരാ? അതെന്താ കൊയിരാളാ? എടാ, അതല്ല, അവൻ വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ നിന്റെ പേര് ആനന്ദക്കുട്ടൻ എന്നല്ല, ആനന്ദരാജാവ് കുട്ടൻ വലിയ കോയിക്കൽ വർമ്മ പിശാരടി തമ്പുരാനം ഭ്രാന്തി. എന്തോ വലിയ തെറി കേട്ട പോലെ. ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെയാ. ഇവിടെ വായി നോക്കി നിന്നാലേ വൈകുന്നേരം കാശിന് വരുമ്പോ എന്റെ വായിരിക്കുന്ന പുളിച്ച തെറി കേട്ട് വായി നോക്കി നിൽക്കേണ്ടി വരും. ഹായ് നിമ്മി. ഇവിടെ വായും പൊളിച്ച് നിൽക്കാതെ അവിടെ ചെന്ന് രാജാവിന്റെ രാജാവുമാരുടെ പുറകിൽ കുന്തം പിടിച്ച് വായും പൊളിച്ച് നിൽക്കണോ? ഭരിക്കാൻ വരില്ലേ? എന്ത് ഭരിക്കാൻ വരില്ലെന്ന്? പോടർക്കാൻ ഭരിക്കാൻ വന്നാ നീ എന്ത് ചെയ്യൂടാ തെണ്ടി? വായിലെ പല്ലടിച്ച് നിർത്തലും. ഉദാഹരണം കണ്ട
ചെവിട്ടിൽ ആന്റിനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന തെണ്ടി. നീ ആരടാ സാറ്റലൈറ്റാ? ഒറ്റ ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന നിന്റെ സംപ്രേഷണം പന്നി. നീ എബ്രാലിംഗിനാണ് ഞാൻ ബുഷടാ. എടാ ഞാഞ്ഞൂല് പ്രൊഡക്ഷൻ കൺട്രോളറെ, നീ ഞങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കൂലിക്ക് ഞന്നാൻ വന്ന ഊച്ചാലുകളെന്നല്ലേ? എന്നാ കേട്ടോടാ, നാളെ മുതൽ ഞങ്ങൾ ഞണ്ടനെ നിർത്തി. നിന്റെ മൂക്ക് കൊണ്ട് ഞാൻ ദൃഷ്ടി എന്ന് പാറപ്പുറത്ത് എഴുതിക്കൂടാ. അതിനുവേണ്ടി ജർമ്മനിയിൽ നിന്ന് പണമായിട്ട് വരുന്ന എന്റെ അനിയനെ കൊന്നിട്ടാണെങ്കിലും ശരി ഞാൻ പണം പ്രൊഡ്യൂസ് ചെയ്യൂടാ. എന്നിട്ട് ആ പടത്തിന്റെ പേര് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് താരം എന്നിടൂടാ. കേട്ടോടാ ലിംഗോദര. ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു. അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അണ്ണാക്കി കുത്തി കെറ്റി ഈ കിരീടം എടുത്ത് വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കിയിട്ടാ പന്നി. വാടാ.